എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്ന് പറയുന്നത് രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുളി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ച മുതൽ ഉള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുമെന്ന പ്രതീക്ഷയിൽ ഞാൻ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കുളിച്ച് കഴിഞ്ഞുള്ള ഡ്രസ്സ് മാത്രം കഴുകാനുള്ളൂ. അപ്പോൾ അത് കഴുകുകയാണ്. ഞാൻ പറഞ്ഞു ഇവിടെ വാഷിംഗ് മെഷീൻ ഇല്ല, അത് വേണ്ടാന്ന് വെച്ചിട്ടാണ്. തുണി കഴുകണ ജോലിയാണ് എനിക്ക് ഏറ്റവും ഒരു വീട്ടുപണിയിൽ ഇഷ്ടം കേട്ടോ. ഏറ്റവും ഇഷ്ടമില്ലാത്ത പണിയാണ് വീട് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിലും ഞാൻ എന്നും അത് ചെയ്യും കേട്ടോ. ഡെയിലി വീട് ക്ലീൻ ചെയ്ത എനിക്ക് ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വീട് എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം. അപ്പോൾ ഞാൻ അതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത ജോലിയാണെങ്കിലും എന്നും അത് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുളിക്കാൻ പോണതിൻ്റെ മുന്നേ തന്നെ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടാണ് പോയിരുന്നത്. ഇനി അതായിട്ടുണ്ടെങ്കിൽ റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കുക. അപ്പോൾ എന്താണ് കറി വയ്ക്കുക എന്നറിയാത്തത് കുറച്ച് നേരം നിന്നപ്പോഴാണ് മാങ്ങ വീട്ടിലിരിക്കണത് ഓർമ്മയിലില്ല. ഈ പഴമാങ്ങക്കറി ഒന്നും വെച്ചിട്ട് കാര്യമില്ല, ഇവിടെ ആരും മോളൊക്കൊന്നും ഇഷ്ടമില്ല. പക്ഷേ ഞാൻ ഇന്നിപ്പോൾ ഒന്നും വെക്കാനില്ല. പിന്നെ എപ്പോഴും കടയിലും പോകണ്ടേ. അപ്പോൾ ഇലക്ഷൻ്റെ ആൾക്കാരൊക്കെ പ്രചരണത്തിന് വോട്ട് അഭ്യർത്ഥനയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തൊക്കെ ഇങ്ങനെ ആൾക്കാരൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏട്ടനും മോളും കൂടി ഏട്ടൻ്റെ ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യണം, അതിന് വേണ്ടി പോയിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് പഴമാങ്ങയൊക്കെ ചെത്തി വെച്ചതിൻ്റെ ശേഷം ഓർമ്മ ഉണ്ട്, ഇങ്ങനെ ഒരു ചട്ടി ഒരു കലം വാങ്ങി വെച്ചിട്ട് കുറേ ദിവസമായി. അത് എടുക്കാൻ തന്നെ മറന്നു. എന്താ വെച്ചാൽ ഏട്ടനൊക്കെ സുഖമില്ലാത്ത കാരണം അതിലേക്കൊന്നും ഇപ്പോൾ മനസ്സ് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് അതവിടെ കണ്ടപ്പോൾ ഓർമ്മ വന്നത്. അപ്പോൾ ശരി, എന്നാൽ ഉദ്ഘാടനം പഴമാങ്ങക്കറി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വെച്ചപ്പോഴാണ് അത് കംപ്ലീറ്റ് ആയിട്ട് മയക്കിയിട്ടില്ല എന്ന് എനിക്ക് ഓർമ്മ വന്നത്. എന്താ വെച്ചാൽ ഞാൻ ഇതിൻ്റെ മുന്നേ കുറേ ചട്ടികൾ വാങ്ങാറുണ്ട്. ചട്ടി വാങ്ങി ഗ്യാസിൽ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചിന്നി വരും കേട്ടോ, അതങ്ങനെ പൊട്ടുക. അതുകൊണ്ട് ഞാനിനി ചട്ടി വാങ്ങിക്കില്ല എന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ അത് മയക്കേണ്ട വിധം ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെ ചെയ്യാറും, പക്ഷേ ശരിയാവാറില്ല. ഇനി ഒന്നും കൂടിയും മയക്കിയിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഉള്ളി വാട്ടിയെടുക്കുക, തേങ്ങ അതിലിട്ട് എടുക്കുക, വറുത്തെടുക്കുക, കളയുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതേപോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതവിടെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനതൊക്കെ ഒരു ചീനച്ചട്ടിയിലേക്ക് മാറ്റി. അതിലൊരച്ച് ശർക്കര ഇട്ടു, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ടു, പിന്നെ തേങ്ങ നല്ല ജീരകം ചേർത്ത് അരച്ച് വെച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ പണികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതിൻ്റെ ശേഷമാണ് ഞാൻ ഇനി അടിച്ചു വാരി തുടയ്ക്കാം എന്ന് വിചാരിച്ചത്. ഇഷ്ടമില്ലാത്ത പണിയാണെങ്കിലും ഇത് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രം നല്ല വൃത്തിയുള്ള വീട്ടിലും ഡൈനിങ് ടേബിളിൻ്റെ മുകളിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ മാത്രമേ എനിക്കിഷ്ടമുള്ളൂ. വീട് ഇങ്ങനെ അലങ്കോലമായിട്ട് കിടന്നിട്ട് അതിലിരുന്ന് ഭക്ഷണം കഴിക്കുക, പിന്നെ വീട്ടിലേക്ക് പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ കയറി വരികയൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ അത് മോശമല്ല. അപ്പോൾ ഞാൻ എന്നും എൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടി ഞാൻ എന്നും അടിച്ചു വാരി തുടയ്ക്കും. ശരിക്കും ചെയ്യേണ്ട കാര്യമില്ല, ചെറിയ കുട്ടികളൊന്നും ഇല്ല, ഞാനും മോളും ഏട്ടനും മാത്രമേ ഉള്ളൂ. അപ്പോൾ മാത്രമാണ് അവർ രണ്ടാളും വീട്ടിലില്ലെങ്കിൽ. ഞാൻ മാത്രമാണെങ്കിലും അവരൊക്കെ ജോലിയും സ്കൂളും ഒക്കെ ആണെങ്കിലും ഞാൻ ഈ പണി എന്നും ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ കുറച്ച് ഉച്ച വരെയൊക്കെയുള്ള വിശേഷങ്ങൾ കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ചെടികളിലും ഒന്നും നോക്കാനുള്ള ശ്രദ്ധയില്ല, വലിയ ചെടിയൊന്നും ഇല്ല. എന്നാൽ ഈ ചെടിയൊക്കെ ഇപ്പോൾ കുറേ ദിവസമായി നനച്ചിട്ട്. അപ്പോൾ ഞാൻ സ്റ്റെപ്പൊക്കെ ഒന്ന് അടിക്കാൻ വേണ്ടി കയറിയപ്പോഴാണ് അയ്യോ ഈ ചെടി നനച്ചില്ലല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ ഞാൻ അത് കയ്യോടെ തന്നെ നനച്ചു. ഇല്ലെങ്കിൽ തുടച്ച് കഴിഞ്ഞ് ഇറങ്ങിപ്പോന്നാൽ പിന്നെ അത് മറക്കും. അത് വാടിയിട്ടൊന്നുമില്ല, അത് ഞാൻ ഒന്നും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് ഒന്നവിടെ സെറ്റാക്കി വെച്ചു. ഇപ്പോൾ ദമ്പിലൊക്കെ ഉള്ളൊരു ശ്രദ്ധ മൈൻഡൊക്കെ വിട്ടു പോയിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു കാര്യങ്ങൾ. അങ്ങനെ ഞാൻ എല്ലാ സ്ഥലവും ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ടു. പിന്നെ ഏട്ടനും മോളും വന്നതിൻ്റെ ശേഷം വല്ല മീനും കൊണ്ടുവരികയാണെങ്കിൽ അപ്പോൾ അത് വറക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവർ കൊണ്ടുവന്നത് ചിക്കനാട്ടോ. പിന്നെ ഈ 1 മണി സമയത്ത് ചിക്കനൊക്കെ കൊണ്ടുവന്ന് ഞാനതൊന്നും ചെയ്തില്ല. അതേപോലെ ഫ്രിഡ്ജിലേക്ക് വെച്ചു. രാത്രി ചിക്കനും ചപ്പാത്തിയും വേണമെങ്കിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഞാനിതിന് പപ്പടം കാച്ചി, പിന്നെ ഉപ്പേരി ഇന്നലത്തെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചോറിൻ്റെ ഇതിൽ വെച്ചിട്ട് ഞാൻ ചോറ് ഒന്ന് ആയോ നോക്കിയതാണ്.
അപ്പോൾ ചോറായിട്ടില്ല, കുറച്ച് സമയം കൂടി ആവാനുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി അത് അടച്ചു വെച്ചു. ഇപ്പോൾ മട്ട അരിയാണ് കേട്ടോ, മാവേലി സ്റ്റോറിൽ നിന്ന് മട്ട അരി കിട്ടി. അധികം തവിട് കളയാത്ത അരി ഷുഗറിന് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മട്ട അരിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അപ്പോഴേക്കും കറിയൊക്കെ ഏകദേശം ആയി വന്നിരുന്നു, വെള്ളമൊക്കെ വറ്റി. പിന്നെ ഞാൻ മിൽമയുടെ മോരെടുത്തിട്ട് ഞാൻ മോരൊഴിച്ച കറി വെച്ചപ്പോൾ അത്ര പുളി തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം കുപ്പി മോരാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെ കുപ്പിയിൽ കിട്ടുന്ന ഇതാണ് ഉപയോഗിച്ചത്. മിൽമ തൈരിന് അധികം പുളി ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ശരിയാവില്ല. അതവിടെ ഇരിക്കുക ആവേണ്ട സമയത്തേക്ക് ഞാൻ ഈ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു. പിന്നെ അരപ്പ് അതിൽ ഒഴിക്കുക വേണ്ടു. അരപ്പ് ഞാൻ എന്തായാലും അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ അത് അരപ്പും കൂടി ഒഴിച്ച് പിന്നെ ഒന്ന് വറുത്തിട്ടെടുത്താൽ എൻ്റെ പഴമാങ്ങക്കറി റെഡിയായി. പഴമാങ്ങക്കറി എനിക്കിഷ്ടമാണ് കേട്ടോ, ഏട്ടനും ഇഷ്ടമാണ്. പക്ഷേ ഷുഗർ കാരണം ഈ മാങ്ങ കഴിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ വറുത്തിട്ടു, കടുക്, മുളകൊക്കെ എത്ര വലിയ മുളകൊക്കെ കിട്ടും, മാവേലി സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് മുളക്, പിന്നെ കറിവേപ്പില. ഇത്രയാണ് ഞാൻ അതിലേക്ക് വറുത്തിടാനായിട്ട് എടുത്തത്. ഞാൻ അമ്മയോട് ചോദിച്ചിട്ടാണ് ചെയ്യുക. അമ്മ എങ്ങനെയാണോ കറി വയ്ക്കുന്നത് അതേപോലെ ഒരു പിഴവും ഇല്ലാതെ ഞാനും വയ്ക്കുള്ളൂ. എനിക്കും അത്ര തന്നെ അറിയുള്ളൂ. അമ്മ പറയണം അതേപോലെയാണ് ഞാനും എൻ്റെ കറികളൊക്കെ. പിന്നെ ഇവിടെ ഏട്ടൻ്റെ അമ്മയുടെയും കുറച്ചൊക്കെ ഞാൻ അമ്മ കണ്ട് പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ മീൻ കറിയൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ പഴമാങ്ങയുടെ കറി. പിന്നെ ഒരു സാധനം എടുത്ത ഒരു സാധനം തീരും, എണ്ണ ഇപ്പോൾ തീർന്നിരിക്കുകയാണ്. ഇനി അതിനായിട്ട് പോകാൻ വയ്യ. അപ്പോൾ ഏട്ടനെ ഡോക്ടറെ കാണിക്കുന്ന ദിവസം ഇന്ന് പോകേണ്ടതാണ്. അപ്പോൾ ഞാൻ പോയി വരുമ്പോൾ എണ്ണ വാങ്ങിക്കാമെന്ന് ചോദിച്ചു. മറ്റേത് ആ ബുദ്ധിമുട്ടൊന്നും അറിയാറില്ല. സന്ധ്യ ആകുമ്പോഴേക്കും വിളിച്ച് പറഞ്ഞാൽ മതി സാധനങ്ങൾ. അപ്പോൾ ഏട്ടൻ അത് കൊണ്ടുവരിക പതിവ്. ഇപ്പം ഇനി അതിന് പോകണം. അപ്പോൾ ഒന്നിച്ച് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നുണ്ട്. പപ്പടം ആരും ഉപയോഗിക്കാറില്ല, മോള് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അവൾക്ക് ഇതിലൊരു പാത്രം കാച്ചി വെച്ചാൽ അവളത് എടുത്തോളും. പിന്നെ കഴിയുമ്പോൾ വീണ്ടും കാച്ചി വയ്ക്കും. അപ്പോൾ ഇന്നത്തെ ഉച്ചത്തെ ഊണിന് ഒന്നുമില്ല, പഴമാങ്ങ കറിയും ഇന്നലത്തെ ഒരു ഉപ്പേരിയും പപ്പടവും മാത്രം. പിന്നെ ചോറ് എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓർമ്മ വന്നു, അയ്യോ ചോറ് വാർത്ത് വെച്ചിട്ടില്ലയെന്ന്. അപ്പോൾ ചോറ് ഞാൻ വാർത്ത് വെച്ചു. ഇതുപോലെ ഇതിൻ്റെ മുന്നത്തെ ഒരു പ്രാവശ്യം എനിക്ക് അബദ്ധം പറ്റി കേട്ടോ. ആരുമില്ല, മോളും ഏട്ടനൊക്കെ സ്കൂളിൽ പോകണ ആ സമയത്ത് ചോറ് കഴിക്കാൻ വേണ്ടി ഞാൻ 1 മണിയാകുമ്പോൾ 1:30-ക്കൊക്കെ ചെന്ന് നോക്കുമ്പോൾ ചോറ് വാർത്ത് വെച്ചിട്ട് തന്നെ ഇല്ല, അതാ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു. അപ്പോഴാണ് അബദ്ധം പറ്റി. ഇന്നിപ്പോൾ അതുപോലെ ഒരു പറ്റേണ്ടത് ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് ഓർമ്മ വന്ന് പണിയൊക്കെ കഴിഞ്ഞ് തുടക്കില്ലെങ്കിൽ ഞാൻ ഉമ്മർത്ത് പോയി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചപ്പോഴാണ് അയ്യോ ചോറ് വാർത്ത് വെച്ചില്ല എന്ന് പറഞ്ഞ്. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കണതൊന്നും എടുത്തിട്ടില്ല, അതെടുക്കാൻ മറന്നുപോയി. പിന്നെ അപ്പോൾ അതേ പഴമാങ്ങക്കറി, ചോറ്, പപ്പടം, ഉപ്പേരി. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ ചെറിയൊരു ഉച്ചത്തെ ഭക്ഷണമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിച്ചാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.